ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പുതിയ മൂവി ഡ്യൂൺ പാർട്ട് 2. അപ്പോൾ ഡ്യൂൺ പാർട്ട് 2 എന്ന മൂവിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ആക്ഷനുണ്ട്, ഡ്രാമയുണ്ട്, അഡ്വഞ്ചറുണ്ട്, എന്തൊരു മൂവിയാണ്. ഇതിൻ്റെ പാർട്ട് 1 വളരെ സക്സസ് ആയിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു കഥയും കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു 3 ഗ്രഹങ്ങൾ അല്ലെങ്കിൽ 3 സ്ഥലങ്ങൾ തമ്മിൽ ഒരു സ്പൈസ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന് വേണ്ടി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. സ്പൈസ് എന്ന് പറയുന്ന ഒരു മിനറൽസ് പോലത്തെ സംഭവം എടുക്കാൻ വേണ്ടി നടത്തുന്ന യുദ്ധങ്ങളും ഒരു ഗെയിം ഓഫ് ത്രോൺ ടൈപ്പ് മൂവിയാണ്. അപ്പം അതിനെക്കുറിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് പറയുന്നത് ഒരു 10,000 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയായിട്ടാണ് പറയണത്. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയണത്. ആ സമയത്തെ യുദ്ധങ്ങളും അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നത്. അപ്പം നമുക്ക് എന്താണെങ്കിലും മൂവിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് തന്നെ ആദ്യം. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല ടിപ്പിക്കൽ രീതിയിൽ സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മൂവിയിലെ എല്ലാവരുടെയും കാസ്റ്റിംഗ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് പോലെ തന്നെ സെക്കൻഡും അടിപൊളി സംഭവമാണ്. പിന്നെ ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പോഴേക്കും സെക്കൻഡിൽ ഒരുപാട് ഫൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു കഥ ഇരുത്തം വരുന്ന രീതിയിലാണ്. പക്ഷെ സെക്കൻഡ് നമുക്ക് ഇച്ചിരി കൂടെ വ്യക്തത വരുന്നുണ്ട് സംഭവം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. കഥ ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോയിലാണ്. നിങ്ങൾക്ക് അറിയാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ വേമുണ്ടെന്നും അതിൽ നിന്ന് സ്പൈസ് മരുഭൂമിയിലുള്ള ഒരു ഗ്രഹത്തിൽ നിന്നാണ് കിട്ടുന്നതെന്നും അവർ തമ്മിൽ ഫൈറ്റ് നടത്തുന്നതായിരുന്നും ഇതിനെല്ലാം മെയിനായിട്ടൊരു എംപയർ ഉണ്ടെന്നും അതൊക്കെയാണ് ടിപ്പിക്കലി കഥ. ഇതേ കഥ തന്നെ സെക്കൻഡ് ഇതെന്തുകൊണ്ട് ഇത് സംഭവിച്ചു, പോൾ എങ്ങനെ അവിടെ എത്തി എന്നൊക്കെയാണ് ഫസ്റ്റ് കഥയുടെ ഒരു ഇതായിട്ടാണ് സംഭവം പോണത്. ഇതിൻ്റെ ടെക്നീക്സ് ആയിട്ട് പറയാനാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി, VFX എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് എന്നാലും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ഇതെങ്ങനെ എടുത്തു എന്നുള്ളതാണ് എനിക്ക് അതിശയം. എന്താണെന്ന് വെച്ചാൽ ഇത് അതുപോലെ പാടുപെട്ട് സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. കാരണം ഇംഗ്ലീഷ് മൂവി ആയതുകൊണ്ടും പിന്നെ ഇതിൻ്റെ അകത്തെ ആൾക്കാരുടെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ പേര് പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഉച്ചരിക്കാനൊന്നും ഉള്ളൊരു പാറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സംഭവം ഒരു മൂവി തന്നെയാണ്, അടിപൊളി മൂവിയാണ്, ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ഇംഗ്ലീഷ് മൂവി ഇഷ്ടപ്പെടുന്നവർക്കും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കും ഈ മൂവി എന്താണെന്ന് ഇഷ്ടപ്പെടാനുള്ള എല്ലാവർക്കും സാധ്യതകളുണ്ട്. ഇനി ഇതാരൊക്കെ ഇതിന് ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് മൂവി ലവറാണ്, നിങ്ങൾ ഫിക്ഷൻ മൂവി ലവറാണ്, ഗെയിം ഓഫ് ത്രോൺ ടൈപ്പ് മൂവികൾ കാണുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. നിങ്ങൾക്ക് എന്താണെന്ന് ഇഷ്ടപ്പെടും, നിങ്ങൾ നിരാശപ്പെടുത്തില്ല. ഒരു അടിപൊളി ടിപ്പിക്കൽ മൂവി തന്നെയാണ്. എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കാണാൻ തന്നെയാണ്. കാരണം ഇത് ചില ഷോട്ട്സൊക്കെ എങ്ങനെ എടുത്തു പോലും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ടൈപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഈ മൂവിയുടെ ഒരു മേന്മയായിട്ട് പറയുന്നത്. ഇനി നെഗറ്റീവ് പറയാനാണെങ്കിൽ ഇതിന് നെഗറ്റീവ് പറയാനൊന്നും എനിക്ക് ഒന്നും തോന്നിയില്ല പ്രത്യേകിച്ച്. എന്താണെങ്കിലും ഈ മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ എനിക്കുള്ള ഒന്നേ പറഞ്ഞു. വൺ ലൈഫ് വൺ ഡ്രീം ആണ്. പക്ഷേ താങ്ക് യു.